2 മുതിർന്നവർക്കും പിന്നെ പരമാവധി 2 കുഞ്ഞുങ്ങൾക്കും മാത്രം യാത്ര ചെയ്യുവാൻ അനുവാദമുള്ള ഓട്ടോറിക്ഷകളിൽ 21 പിഞ്ചുകുട്ടികളെ കുത്തിക്കയറ്റി അലറിപ്പാഞ്ഞു വരുന്ന ബസ്സുകളുടെയും ചീറിപ്പായുന്ന ലോറികളുടെയും നടുവിലൂടെ തിരികെ കയറ്റി കൊണ്ടുപോകുന്നത് നഗരത്തിൽ ഇന്നൊരു പതിവ് ദൃശ്യമാണ്. ഏതു നിമിഷവും ദുരന്തം നഗരവീഥിയിൽ രക്തക്കളമൊരുക്കാം. 21 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ ആ കുരുതിക്കളത്തിൽ ചതഞ്ഞറിയാം. ഈ ക്രിമിനൽ കുറ്റത്തിന് നേരെ കണ്ണടയ്ക്കുന്ന നിയമപാലകരാണ് യഥാർത്ഥ കുറ്റവാളികൾ. ഗുഡ്. ഇതിൽ താൻ കണ്ട യാഥാർത്ഥ്യമുണ്ട്. സംഭവിച്ചേക്കാവുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള പിക്ചറുണ്ട്. ഇത് നാളെ പത്രത്തിൽ വായിക്കുന്ന ഓരോ വീട്ടമ്മയും തന്റെ കുഞ്ഞിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി അയക്കും മുമ്പ് ഒരു നിമിഷം ഒന്ന് ആലോചിക്കും. അപ്പോഴാണ് ഇത് വാർത്തയാവുന്നത്. താനൊരു കാര്യം ചെയ്യേ, സ്റ്റാഫ് ഫോട്ടോഗ്രാഫറെ വിളിച്ച് വൈകിട്ട് സ്കൂൾ വിടുമ്പോ ഇതുപോലെ കുട്ടികളെ കുത്തി നിറച്ചു വരുന്ന ഒരു ഓട്ടോറിക്ഷയുടെ ഫോട്ടോ എടുപ്പിക്കും. ശരി, പക്ഷെ അതിനുവേണ്ടി എടുത്താണെന്ന് തോന്നരുത്. നമുക്കിത് നല്ലൊരു ഹ്യൂമൻ സ്റ്റോറി ആക്കാം. താങ്ക് യു സാർ. ആഹാ, സാർ ഇവിടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന എങ്ങനെ വന്നേ? എല്ലാവരും താഴെ റെഡിയായി. കൊച്ചിൻ ടവറിലേക്ക് പോകണ്ടേ? എന്താ കാര്യം? ഇന്ന് മലബാർ പ്ലാന്റേഷന്റെ ആനുവൽ പ്രസ് മീറ്റ് അല്ലേ? തന്റെ വെപ്രാളം കണ്ടപ്പോ ഞാൻ കരുതി അവിടെ ആരോ മരിച്ചു കാണുമെന്ന്. അതിന് ഞാനെന്തിനു വെപ്രാളപ്പെടണം? കോക്ടെയിൽ അറ്റാച്ച്ഡ് ഡിന്നറാണ്. 5 കിലോ തേയില, പേന, പേഴ്സ്, ഹാൻഡ് ബാഗ്, ലൊട്ടിലൊടുക്ക് വേറെ പ്രീമിയം സ്കോച്ചാണ്. സമയം കളയാണ്ട് വന്നേ. ഓസിന് കുടിച്ചാൽ എനിക്ക് കിക്ക് കിട്ടൂല. ശീലമില്ലടോ. തനിക്ക് പിന്നെ അതല്ലേ പതിവുള്ളൂ. കളയണ്ട, വിട്ടോ. വേണമെങ്കിൽ ഒരു ചാക്കും കൂടെ കരുതിക്കോ. എന്നെ പോലെ വേണ്ടാന്ന് വെക്കുന്ന മണ്ടന്മാര് വേറെയും കാണും. എല്ലാം കൂടെ വാരിക്കൂട്ടാം. നമ്മുടെ ഈ വക തൊഴിൽ രഹസ്യങ്ങൾ ട്രെയിനീസിന്റെ മുമ്പിൽ വെച്ച് പരസ്യമാക്കരുത്. അതൊരു നല്ല ഹാബിറ്റ് അല്ല. സാർ വന്നേ പോവാം. ഇല്ല, വരുന്നില്ല. തീർച്ചയാണോ? 5 കിലോ തേയില എത്തും.